ഷഹബാസിന്റെ വീട്ടുകാരും തമ്മിലുള്ള ഒരു ബന്ധം ഒന്ന് പറയാൻ പറ്റുമോ? ഞാനിപ്പോൾ ഷഹബാസിൻ്റെ ഉമ്മ പറയുമ്പോൾ ഇഞ്ചമ്മ പോലെയാണ്. ഓക്കെ. ഞാൻ അവിടെ കൂടലും ഫുഡ് കഴിക്കാനും ഒക്കെ വെച്ചാൽ അന്ന് പോയ ദിവസം പുരേ പോയപ്പോൾ ഉമ്മയും വാപ്പയും കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് എന്തോ ഞാൻ ഫുള്ള് പൊട്ടിപ്പോയി. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ താമരശ്ശേരി വിദ്യാർത്ഥികളുടെ കൂട്ടത്തല്ലിൽ പരിക്കേറ്റ് മരണപ്പെട്ട ഷഹബാസ് എന്ന് പറയുന്ന പൊന്നുമോനെ അത്ര പെട്ടെന്നൊന്നും മറന്നു കളയാൻ കേരളത്തിൽ ആർക്കും തന്നെ സാധിക്കുകയില്ല. ഇപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അൻസഫ് എന്ന് പറയുന്ന പൊന്നുമോൻ പറഞ്ഞ ഒരു വാക്കുകളാണിത്. ഷഹബാസിൻ്റെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മയും ഉപ്പയും കെട്ടിപ്പിടിച്ച് കരയുന്നത് കണ്ടപ്പോൾ തൻ്റെ നെഞ്ച് തകർന്നു പോയി, പൊട്ടിപ്പോയി, എന്നോട് പൊട്ടിക്കരഞ്ഞു പോയി എന്നാണ് ആ മോൻ പറയുന്നത്. അത്രയ്ക്ക് അഗാധമായിരുന്നു ഷഹബാസും അതുപോലെ തന്നെ അൻസഫ് എന്ന് പറയുന്ന ഈ മോനും തമ്മിലുള്ള സുഹൃത്ത് ബന്ധം. അത്രയ്ക്ക് അവർ സ്നേഹിച്ചായിരുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അതിനിടയിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്ത് പരിപാടിക്ക് പോവുകയാണെങ്കിലും അൻസഫിനെ കൂട്ടാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് പറയാതെ ഈ ഷഹബാസ് എന്ന് പറയുന്ന ആൾ എവിടെയും പോയിരുന്നില്ല. എന്നാൽ ആ ദിവസം മാത്രം എന്തോ അൻസഫിനെ ഷഹബാസ് കൂട്ടിയില്ല, അവനോടൊന്നും പറഞ്ഞില്ല, അവനെ ഫോൺ ചെയ്തത് പോലുമില്ല. അതാണ് അൻസഫ് പറയുന്നത്. ആ ഉമ്മാൻ്റെ സങ്കടത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചില്ല എന്നും അവരുടെ കരച്ചിലിന് മുന്നിൽ ഞാൻ നെഞ്ചു പൊട്ടി കരഞ്ഞു പോയി എന്നാണ് അൻസഫ് എന്ന് പറയുന്ന മോൻ പറയുന്നത്. അതുപോലെ തന്നെ ആ ഉമ്മ എനിക്ക് ഉമ്മയെ പോലെയാണ് എന്നാണ് പറയുന്നത്. ഷഹബാസിൻ്റെ ഉമ്മയായിട്ടാണ് അൻസഫ് പറയുന്ന ആ കുഞ്ഞുമോൻ ആദ്യമേ കണ്ടത്. തീർച്ചയായിട്ടും അവരുടെ സ്നേഹത്തിൽ, അവരുടെ ഈ കൂട്ടുകാർ തമ്മിലുള്ള ബന്ധത്തിൽ തീർച്ചയായിട്ടും പുറക്കാർക്ക് തന്നെ അതിശയമാണ്. അത്രയ്ക്കും അഗാധമായ ഒരു ബന്ധത്തിലായിരുന്നു ഈ രണ്ടു പേരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അതുപോലെ തന്നെ ഇവർ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിലെല്ലാം തന്നെ ഷഹബാസ് ഈ അൻസഫ് മോനോട് തീർച്ചയായിട്ടും പാട്ടുകൾ പാടാൻ വേണ്ടി ആവശ്യപ്പെടുമായിരുന്നു. ആ സമയത്ത് ഒരുപാട് പാട്ടുകൾ ഈ അൻസഫ് ഷഹബാസിന് പാടിക്കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഓർമ്മയിൽ ഷഹബാസ് ഇപ്പോൾ മരണപ്പെട്ടു പോയാലും തൻ്റെ പാട്ടിലൂടെ ഷഹബാസ് ജീവിച്ചിരിക്കും എന്നാണ് അൻസഫ് പറയുന്നത്. അൻസഫിൻ്റെ ഏതാനും ചില വരികൾ, അത് ഹൃദയത്തിൽ തട്ടുന്ന ഏതാനും ചില വരികൾ തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കണം. നടക്കുമ്പോൾ ഓർക്കില്ല കിടക്കുമെന്ന്, നാവിട്ടലയ്ക്കുമ്പോൾ കൽവിലില്ല നിലയ്ക്കുമെന്ന്, ചലനം നിലയ്ക്കുമെന്ന്, ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന്, നമ്മൾ കരയിപ്പിച്ചവസാനം മടങ്ങുമെന്ന്, ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന്, നമ്മൾ കരയിപ്പിച്ചവസാനം മടങ്ങുമെന്ന്. അൻസഫ് എന്ന് പറയുന്ന ആ വിദ്യാർത്ഥി പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഷഹബാസ് എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരൻ ഇപ്പോൾ ഈ ലോകത്തിൽ ഇല്ല. എന്നാൽ അവൻ തീർച്ചയായിട്ടും പരലോകത്തിരുന്നു കൊണ്ട് എൻ്റെ ഈ പാട്ട് അവൻ കേൾക്കുന്നുണ്ടാകും. അത് കേൾക്കാതിരിക്കാൻ അവന് സാധിക്കില്ല. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവന് എന്നാണ് പറയുന്നത്. തൻ്റെ സുഹൃത്തിനെ നഷ്ടപ്പെട്ട ആ മകന് അൻസഫ് എന്ന് പറയുന്ന പൊന്നുമോനും ജീവിതത്തിലേക്ക് അത് പഴയ പോലെ തിരിച്ചു വരാൻ വേണ്ടി ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാണ് അൻസഫിൻ്റെ ഉമ്മയും ഉപ്പയും പറയുന്നത്. പരീക്ഷ ഹാളിൽ പോയ എഴുതിയ പരീക്ഷയ്ക്ക് എല്ലാം തന്നെ അദ്ദേഹത്തിന് മാർക്കുകൾ കുറവായിരുന്നു. പരീക്ഷ എഴുതുവാനോ പഠിക്കുവാനോ ഭക്ഷണം കഴിക്കുവാനോ പഴയതുപോലെ യാതൊരു ഉത്സാഹവും അൻസഫിന് ഇപ്പോഴില്ല. അത് ജീവിതത്തിൽ അൻസഫ് എന്നല്ല ആര് തന്നെ ആയാലും പഴയ ഒരു രീതിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഒരുപാട് സമയമെടുക്കും എന്നുള്ളത് തീർച്ചയായ ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അത്രമാത്രം ഷഹബാസ് എന്ന് പറയുന്ന പൊന്നുമോനെ ഈ അൻസഫ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ഇഷ്ടപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഊണിലും ഉറക്കിലും തമാശയിലും എല്ലാം തന്നെ അവർ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ അൻസഫ് എന്ന് പറയുന്ന വിദ്യാർത്ഥി പറയുന്നുണ്ട്, തൻ്റെ ജീവൻ്റെ അവസാനം വരെ ആരൊക്കെ എതിർത്താലും ഞാൻ ഷഹബാസിന് നീതി കിട്ടുന്നത് വരെ ഞാൻ പോരാടുക തന്നെ ചെയ്യും എന്നാണ് അൻസഫ് പറയുന്നത്. പിന്നെ ആരോ എതിർത്താലും ഞാൻ അവന് നീതി കിട്ടുന്നവരെ പോകും. നമുക്കിനിപ്പോൾ വേറൊന്നും ചെയ്യാനില്ലല്ലോ. ആ ഒരു വാക്ക് നിങ്ങൾ കേട്ടു കാണും. അൻസഫിൻ്റെ മനസ്സിൻ്റെ, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ആ വാക്കുകൾ വരുന്നത്. അൻസഫ് പറയുന്നുണ്ട്, ആരൊക്കെ എതിർത്താലും ഇനി ആരൊക്കെ എതിര് നിന്നാലും ഞാൻ ഇപ്പോൾ ഷഹബാസിന് നീതി കിട്ടുന്നത് വരെ തൻ്റെ ജീവനുള്ള കാലത്തോളം താൻ പോരാടുക തന്നെ ചെയ്യും. അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല.
അവസാന നിമിഷം വരെ ഞാൻ പോരാടി അതിൽ വിജയം കൈവരിക്കുമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യം, ആ സ്നേഹമാണ്, ആ ബന്ധമാണ്, അതാണ് സൗഹൃദം. തീർച്ചയായിട്ടും നമ്മൾ സൗഹൃദത്തിൽ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്നാലേ ഇത്രയും അഗാധമായ സ്നേഹമുള്ള സുഹൃത്തുക്കളെ നമുക്കും ലഭിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും അത്തരം ഒരു സുഹൃത്ത് ബന്ധം ഈ ലോകത്തിൽ ഷഹബാസിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ആ കുഞ്ഞുമോൻ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഷഹബാസിൻ്റെ സങ്കടങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയുമോ എന്ന് ഈ ലേഖകൻ ചോദിക്കുന്ന സമയത്ത് ആ വിദ്യാർത്ഥി പറയുന്നത്, ഒരു കാരണവശാലും സങ്കടപ്പെടുത്തുന്ന, നൊമ്പരപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ സുഹൃത്തുക്കളോട് തുറന്നു പറഞ്ഞ് തൻ്റെ വേദന കുറയ്ക്കുന്ന ഒരു പരിപാടി ഷഹബാസിനുണ്ടായിരുന്നില്ല. അതെല്ലാം ഒതുക്കിപ്പിടിച്ചുകൊണ്ട് തൻ്റെ ഉള്ളിൽ ആ വേദനകളെല്ലാം അമർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ഷഹബാസ്. എല്ലാവരുടെയും മുന്നിൽ എപ്പോഴും പുഞ്ചിരി തൂക്കി നിൽക്കുന്ന മുഖമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇത്രയും കാലം കണ്ട വീഡിയോകൾ എല്ലാം തന്നെ ഷഹബാസ് വളരെ ആക്റ്റീവായി, വളരെ പുഞ്ചിരി തൂക്കി നിൽക്കുന്ന, വളരെ സന്തോഷവാനായ ഒരു ഷഹബാസിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ പൊന്നുമോൻ്റെ ചിരിയാണ് എല്ലാവരുടെയും മനസ്സിൽ ഈറനണിയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു സ്കൂളിലെ ഒരു ടീച്ചർമാർക്കോ അതുപോലെ തന്നെ ഒരു മാഷ്മാർക്കോ ഒരു നാട്ടിലെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലോ ഇതിൻ്റെ മുന്നേ ഒരു പ്രശ്നത്തിൽ പോലും പെടാത്ത ഒരു വ്യക്തിയാണ് ഷഹബാസ്. അതുകൊണ്ട് തന്നെയാണ് സ്കൂളിലെ PTA പ്രസിഡന്റിനായാലും അതുപോലെ തന്നെ ഹെഡ് മാസ്റ്റർക്കായാലും അതുപോലെ തന്നെ ക്ലാസ് ടീച്ചർക്കായാലും എല്ലാവർക്കും നല്ല ഒരു അഭിപ്രായമായിരുന്നു ആ സുഹൃത്തിനെ പറ്റിയുള്ളത്. അതുപോലെ തന്നെ ട്യൂഷൻ സെൻറ്ററിലേക്ക് പോകുന്ന അവിടുത്തെ മാഷ്മാർക്കായാലും വളരെ നല്ല അഭിപ്രായമാണ് ഷഹബാസിനെ പറ്റി ഉണ്ടായിരുന്നത്. ആരും തന്നെ ഒരു ബാഡ് മാർക്ക് ഇതുവരെ അവനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അതിന് കാരണം എന്തൊക്കെ വിഷമങ്ങൾ ഉള്ളിലുണ്ടായാലും അതെല്ലാം പുറത്ത് കാണിക്കാതെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് തൻ്റെ സുഹൃത്തുക്കളോടും അതുപോലെ തന്നെ മറ്റുള്ളവരോടും വളരെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഷഹബാസ്. ആ ഒരു മകനെയാണ് ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കിക്കൊണ്ട് ഈ 5 ക്രൂരത ചെയ്ത 5 വിദ്യാർത്ഥികൾ അവർ സുലഭമായി പരീക്ഷയും എഴുതി ആഹ്ലാദത്തിൽ വാട്സപ്പ് ക്ലിപ്പുകളും അതുപോലെ തന്നെ വോയിസ് ചാറ്റുകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് ആഹ്ലാദിച്ച് നടക്കുമ്പോൾ ആ പൊന്നുമോൻ ഇന്ന് പരലോകത്താണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ റമദാൻ മാസത്തിൻ്റെ പുണ്യതയിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എല്ലാം ഉത്തരം കിട്ടുന്ന ഒരു മാസമാണ് ഇത്. തീർച്ചയായിട്ടും എല്ലാവരോടും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഷഹബാസ് എന്ന് പറയുന്ന പൊന്നുമോനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആഖിറത്തിൽ അദ്ദേഹത്തിൻ്റെ ഖബറിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സമാധാനവും അതുപോലെ തന്നെ സ്വർഗവും പ്രദാനം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന് ആത്മാർത്ഥമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ അവസാനമായി അദ്ദേഹത്തിൻ്റെ വാപ്പ പറയുന്നൊരു വാക്കുകൂടി നിങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. ഷഹബാസിന് ആഗ്രഹം എന്തായിരുന്നു പഠിച്ചിട്ട് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാപ്പ പറയുന്നുണ്ട്. അവസാനമായി അദ്ദേഹത്തിൻ്റെ വാപ്പ പറയും, മരിക്കുന്നതിന് മുന്നേ ഷഹബാസ് പറയുമായിരുന്നു, എനിക്ക് എപ്പോഴും പൈലറ്റ് ആകണമെന്നാണ് ആഗ്രഹം. അത് ഉമ്മായോടാണ് ഷഹബാസ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും അതൊന്നും പ്രശ്നമില്ല, പൈസൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ശരിയാക്കാം, നീ പഠിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ തലയിലേറ്റിക്കൊണ്ട് തൻ്റെ വാടക വീട്ടിൽ നിൽക്കുന്ന ഉമ്മായും ഉപ്പയും അതുപോലെ തന്നെ തൻ്റെ അനുജന്മാരെയും പൊന്നുപോലെ നോക്കണമെന്ന ആഗ്രഹം മനസ്സിലേറ്റി നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഷഹബാസ്. ആ സ്വപ്നങ്ങളെല്ലാം തന്നെ ഇവിടെ ബാക്കി വെച്ചുകൊണ്ട് ഈ 5 സുഹൃത്തുക്കൾ തന്ന സമ്മാനവുമായി പരലോകത്തേക്ക് യാത്ര തിരിച്ച ആ പൊന്നുമോന് അവിടെ സമാധാനവും കിട്ടട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ഈ പഠിച്ചവനോട് ഈ റമദാൻ മാസത്തിൻ്റെ പുണ്യതയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഖബർ പഠിച്ചവൻ വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അവസാനമായി അദ്ദേഹത്തിൻ്റെ വാപ്പ ആ മോൻ്റെ ആഗ്രഹം തുറന്നു പറയുന്ന ഒരു വീഡിയോയിലേക്ക്. ആരാവാനായിരുന്നു ആഗ്രഹം? ഓന് സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളാവണം, അതായത് പൈലറ്റ് ആവണം എന്നാണ് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അവൻ ഉമ്മാനോട് ഇങ്ങനെ നിരന്തരം പറയാം. മാമന്മാരെ വിളിച്ച് പറഞ്ഞു, മാമന്മാർ പറഞ്ഞെന്തോ പിന്നെ അതൊന്നും ഇനി പ്രശ്നമാക്കണം. അവർ തമ്മിൽ തന്നെ ഞാനില്ലെങ്കിൽ ഓല് ഉമ്മയും 3 പേരും വളരെ പിന്നെ ഇപ്പോൾ ചെറിയ ആളുള്ളത് കൊണ്ട് ഒന്നും കൂടി അവൻ്റെ അടുത്തും കാഞ്ഞ് കളിപ്പിക്കലും അതൊക്കെ കാണുന്ന നേരം നമ്മൾ എപ്പോഴും ആ മനസ്സിലേക്ക് ഇങ്ങനെ കയറി നമുക്ക് നിൽക്കാൻ കഴിയുന്നില്ല. ഉപ്പ പറയുന്ന വാക്കുകൾ കണ്ണ് നനഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഉപ്പ പറയുന്നത് കേട്ടില്ലേ നിങ്ങൾ? തീർച്ചയായിട്ടും ആ മക്കളും അതുപോലെ തന്നെ കുഞ്ഞനുജന് കൂടി വന്നപ്പോൾ അവനുമായി ഒത്തൊരുമിച്ച് കളിച്ച് രസിച്ച് സുഖമായി ജീവിച്ചു പോകുന്ന ഒരു കുടുംബമായിരുന്നു അവരത്. ഇപ്പോൾ അത് കാണുമ്പോൾ തൻ്റെ നെഞ്ച് പൊട്ടിപ്പോകുന്നു എന്നാണ് ആ ഉപ്പ പറയുന്നത്. പൈലറ്റ് ആവാൻ ആഗ്രഹിച്ച ആ പൊന്നുമോന് ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കി ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടതായി വന്നു. തീർച്ചയായിട്ടും അവന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്, ഉമ്മാക്കും ഉപ്പാക്കും ബാക്കി സഹോദരങ്ങൾക്കുമെല്ലാം പടച്ച തമ്പുരാൻ ക്ഷമ നൽകട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. തീർച്ചയായിട്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.